അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ, നാളെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഖീദയുടെ പരീക്ഷയാണ്. അഖീദ ഒന്നാം പാഠം മുതൽ അവസാന പാഠം വരെ മുഴുവൻ പാഠത്തിൻ്റെയും റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർ, അത് കാണാത്തവർ പോയിട്ട് നമ്മളെ ചാനലിൽ പോയിട്ട് അത് കാണണം. അത് കണ്ടതിന് ശേഷമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ, ഈ ചോദ്യ പേപ്പർ നോക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷനാവും. അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോ നന്നായി കേട്ട് പഠിച്ചതിന് ശേഷം ഇത് കേൾക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. പൂർത്തിയാക്കാം. ഈമാൻ കാര്യങ്ങൾ. അല്ലാഹുവിലെ വിശ്വാസം. 2 ഡാഷ് വിശ്വാസം. 3. അപ്പോൾ രണ്ടാമത്തെ വിശ്വാസം എന്താ, മൂന്നാമത്തെ വിശ്വാസം എന്താ, 4, 5, 6 വിശ്വാസം എഴുതാനാണ് പറഞ്ഞത്. ഇതാണ് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതി പഠിക്കണം. ഉത്തരം നിർബന്ധമായും എഴുതി പഠിക്കണം. മലക്കുകളിലെ, കണ്ടോ, മലക്കുകളിലെ എഴുതുന്ന എങ്ങനെ നോക്കുക. അടുത്ത് കിതാബുകളിലെ, മുർസലുകളിലെ, അന്ത്യ എങ്ങനെ എഴുതി നോക്കുക. അന്ത്യനാളിലെ, ഖദറിലെ. കണ്ടോ, എഴുതുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കഴിഞ്ഞിട്ട് നൂന്, പിന്നെ പിന്നെ അന്ത്യ. കണ്ടോ, അന്ത്യനാളിലെ വിശ്വാസം. ഇനി നോക്കുക, ഉത്തരം എന്താണ്, ശരി അടയാളപ്പെടുത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. നബി തങ്ങൾ വഫാത്തായത് മക്കയിൽ, മദീനയിൽ. ഏതാ ശരി? നബി തങ്ങൾ വഫാത്തായത് എവിടെയാണ്? മദീനയിലാണ് അല്ലേ. ആ പാട്ട് പഠിച്ച എല്ലാവർക്കും അറിയാം. അടുത്തത് അസ്രായിൽ അലൈഹിസ്സലാം. അസ്രായിൽ അലൈഹിസ്സലാം മലക്കാണ്, നബിയാണ്. ഏതാ ശരി? അസ്രായിൽ അലൈഹിസ്സലാം മലക്കാണ് അല്ലേ. അടുത്തത് ആദ്യത്തെ റസൂൽ. ആദ്യത്തെ നബി ആദം നബി, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം ആദം അല്ലേ. ആദ്യത്തെ നബി ആദം നബി അലൈഹിസ്സലാം. അപ്പോൾ ഇതാണ് ശരി. അടുത്തത് തൗറാത്ത് ഇറക്കപ്പെട്ടത് മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം. ഏതാ ശരി? മൂസ അലൈഹിസ്സലാം. അടുത്ത് നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകളെ, മനുഷ്യരെ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ ഏതാ ഉത്തരം? മലക്കുകളെ. അടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാ, അർത്ഥം എഴുതുക. ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ആർക്കും അറിയാത്തത് ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം? എല്ലാവർക്കും അറിയാം. പക്ഷേ അർത്ഥം എഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അർത്ഥം എഴുതുമ്പോൾ സ്പെല്ലിങ്, അക്ഷരങ്ങൾ തെറ്റാതെ എഴുതണം. നോക്കുക, ആരാധന. എങ്ങനെ ആരാധന എന്ന് എഴുതേണ്ടത്? അലിഫിൻ്റെ മേലെ ഒരു കുഞ്ഞ് അലിഫ് ഇട്ട് കൊടുക്കുക, പിന്നെ രാൻ്റെ മേലെ അലിഫ്, പിന്നെ ഒരു അലിഫ്, പിന്നെ ധ എഴുതുമ്പോൾ ധ എഴുതിയിട്ട് ഒരു ഹ വേണം. കണ്ടോ, ഹ വേണം. പിന്നെ രക്ക്, ആരാധനക്ക്, അതൊരു വാക്ക്. പിന്നെ അർഹൻ, അർഹന്റെ ഹ ഏത് ഹ ആണ്? നമ്മളെ ഹജുമും പാടത്ത് പഠിക്കുന്ന ഹ, അർഹൻ. അല്ലാഹു അല്ലാതെ. മറ്റ, റ്റ എങ്ങനെ എഴുതുക? കറ്റ പാടത്ത് പഠിക്കുന്ന റ്റ. റാ എഴുതിയിട്ട് അടിയിൽ പുള്ളി കൊടുത്ത് മേലെ ഷദ് കൊടുക്കുക. മറ്റാരും ഇല്ല. ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. കാണാതെ പഠിച്ചോ? എഴുതാനും പഠിച്ചോ? എഴുതി നോക്കട്ടോ. അടുത്തത്, അടുത്ത അർത്ഥം എഴുതാനുള്ള എന്താണ്? ഇൻഷാ അള്ളാ. ഇൻഷാ അള്ളാ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഷാ അള്ളാന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇൻഷാ അള്ളാന്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ. കണ്ടോ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. എങ്ങനെ ഉദ്ദേശിച്ചാൽ നെയ്താ? ഊ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ദ. ദാലിന് ഷദ് കൊടുക്കണം, പിന്നെ എകാരം കൊടുക്കണം, പിന്നെ യാ കൊടുക്കണം. ഉദ്ദേശിച്ചാൽ. കണ്ടോ, ഉദ്ദേശിച്ചാൽ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അള്ളാന്റെ അർത്ഥം എഴുതുമ്പോൾ ഈ അള്ളാഹു എന്നുള്ള ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതിയാൽ മതി. എന്നാൽ പിന്നെ തെറ്റൂല. അള്ളാഹു ഉദ്ദേശിച്ചാൽ. അടുത്ത് 4 പ്രധാനികളായ മലക്കുകളുടെ പേരെഴുതുക. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും രണ്ടാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കേണ്ടത് എഴുത്തിൻ്റെ കാര്യമാണ്. എഴുത്ത് നന്നാക്കണം. അപ്പോൾ എപ്പോഴും ഉത്തരങ്ങൾ എഴുതി പഠിക്കണം. വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളതാണ്. ഇവിടെ അലൈഹിസ്സലാം കൊടുത്തിട്ടുണ്ട്. മലക്കുകളെ പേരെന്തൊക്കെയാണ്? 1 ജിബിരീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. എല്ലായിടത്തും ഉണ്ട് അല്ലേ. ജിബിരീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ അലൈഹിം സ്വലാത്തു വസ്സലാം. അപ്പം 4 മലക്കുകളെ പേര് എഴുതുക. അടുത്ത പൂരിപ്പിക്കാം. അള്ളാഹു നമുക്ക് നടക്കാൻ എന്താ? കാല് തന്നു അല്ലേ. അതാണ് ഉത്തരം. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നബി തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ എന്താ ലഭിച്ചത്? നുബുവ്വത്ത് ലഭിച്ചു അല്ലേ.
ഞാൻ നിങ്ങൾക്ക് ഇവിടെ നുബുവത്ത് എന്ന് എഴുതി കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ. നുബു വ നുബുവത്ത്. പല കുട്ടികളും ഇങ്ങനെ നുബുവത്ത് എഴുതാറുള്ളത് അല്ലേ. എന്ന് നമുക്ക് നോക്കാം ആ നുബുവത്ത് എഴുതിയത് ശരിയാണോ നോക്കൂ. ആണോ? അല്ല. കണ്ടോ, അവസാനം ഏത് താ വേണ്ടിയത്? ഈ താണ് വേണ്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് എഴുതുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു തെറ്റാണിത്. അപ്പോൾ ഇത്തരം തെറ്റുകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഇനി നോക്കാം, മദീന എന്ന് എഴുതുമ്പോൾ തെറ്റിക്കുന്ന കുട്ടികളുണ്ട്. മദീന എന്ന് എഴുതുമ്പോൾ മാ എഴുതിയിട്ട് ദ എഴുതും, എന്നിട്ട് ന എഴുതും. ഇങ്ങനെ എഴുതും മദീന. ഇതെന്താ വായിക്കുക? മദീന എന്ന് വായിക്കാം, മദീന. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ യാവ് വേണം അല്ലേ, യാവ് വേണം, പിന്നെ ന വേണം, എന്നിട്ടോ ന കഴിഞ്ഞിട്ട് ഒരക്ഷരം കൂടി വേണം, അതാ താവ്. പക്ഷെ ഇത് വായിക്കൂല, എഴുതുമ്പോൾ വേണം മദീന. അപ്പോൾ ഇങ്ങനെ എഴുത്ത് തെറ്റിയാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. ഇനി മക്ക എന്ന് എഴുതി നോക്കൂ. പല കുട്ടികളും മക്ക എന്ന് ഇങ്ങനെ എഴുതുക, ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല മക്ക എന്ന് എഴുതേണ്ടത്. പിന്നെ മാ എഴുതിയിട്ട് പിന്നെ കാഫ് എഴുതിയിട്ട് പിന്നെ താവ് വേണം. അപ്പോൾ മക്ക, ഇങ്ങനെ മക്ക എന്ന് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ. അപ്പോൾ അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു എന്നെങ്ങനെ എഴുതാൻ നോക്കുക. ലഭിച്ചു, കണ്ടോ, ലാ കഴിഞ്ഞിട്ട് ബി വേണം, ബി കാറ്റുമാണ്. ലഭിച്ചു. അടുത്തത്, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡാഷ് എന്താ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ, വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വഴിപ്പെടുന്നവരാണ് എന്നാണ് എഴുതേണ്ടത്. വഴിപ്പെടുന്നവരാണ്. അവിടെ വാ കണ്ടോ, വാ എല്ലാവർക്കും അറിയാം. അടുത്ത അക്ഷരം ഏതാ? ഇഴി കണ്ടോ, റാ എഴുതിയിട്ട് 3 പുള്ളി. പെ, വഴിപ്പെടുന്നവരാണ്. അടുത്തത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ വലിയ ഇബാദത്താണ്. അല്ല, ഉത്തരം വലിയ ഇബാദത്താണ്. എങ്ങനെ വലിയ എന്ന് എഴുതാ? കണ്ടോ, വലിയ. ഇബാദത്ത് എഴുതുമ്പോൾ പല കുട്ടികളും നമ്മൾ സാധാരണ അദബും പടത്തിൽ പഠിച്ച അക്ഷരം എഴുതാറുണ്ട്. അതല്ല, ഐനാണ്, ഇബാദത്താണ്. കണ്ടോ. അടുത്തത്, നബിമാരിൽ പ്രധാനികളാണ് ആര്? മുർസലുകൾ അല്ലേ. ഇതാ, അവരിൽ പ്രധാനികളാണ് മുർസലുകൾ. കണ്ടോ, മുർസലുകൾ. പാഠത്തിന്റെ ഹെഡിങ് തന്നെ. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. നമ്മുടെ നബിയുടെ പേര്. നമ്മുടെ നബിയുടെ പേര് എല്ലാവർക്കും എഴുതാൻ അറിയും അല്ലേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ എഴുതാൻ അറിയാത്തവർ എഴുതി പഠിക്കണം കേട്ടോ, തെറ്റിക്കരുത്. ആരാണ് മലക്കുകൾ? ചില കുട്ടികൾക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം എഴുതാൻ കിട്ടുന്നില്ല. ആരാണ് മലക്കുകൾ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ പുസ്തകത്തിൽ മലക്കുകളുടെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ല, മലക്കുകൾ ആരാണെന്നുള്ള ഇങ്ങനെ പെട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഇതിൽ ശ്രദ്ധിച്ച് എഴുതേണ്ടത് പ്രത്യേക സൃഷ്ടികൾ പ്രകാശത്താൽ. കണ്ടോ, എന്ന് എഴുതുമ്പോൾ നമ്മൾ അറബിയിൽ നമ്മൾ പിന്നെ ഇത് തീന്നാ വായിക്കുക. ഇതെന്താ വായിക്കുക? ഇനി ഇത് പ്രത്യേകമാക്കണമെങ്കിൽ എന്താവണം? ഇങ്ങോട്ട് എകാരം കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഒരു യാവും കൂടിയും കൊടുക്കണം. ഇപ്പോഴാണ് എന്തായി പ്രത്യേകമായത്. കണ്ടോ, പ്രത്യേക. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത്, ആരാണ് നബിമാർ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. കണ്ടോ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. അടുത്തത്, ഈ ലോകം നശിക്കും എപ്പോൾ? കണ്ടോ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അതിന് എഴുതിയാൽ മതി. സൂറ്, സ്വാദ് വാവ് റാട്ട്, സൂറ് എന്ന കാഹളത്തിൽ നിന്ന് എഴുതുമ്പോൾ കാ കഴിഞ്ഞിട്ട് ഹാ വേണം. കാഹളത്തിൽ ഊതുമ്പോഴാണ്. ഊതുമ്പോൾ എങ്ങനെ എഴുതുക? ഊ കഴിഞ്ഞിട്ട് വാവ് വേണം. പിന്നെ എന്നെങ്ങനെ എഴുതുക? മീം എഴുതിയിട്ട് പോ എഴുതണം. ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. അടുത്തത്, ആരാണ് മുഅ്മിനുകൾ? ഇതാ, ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ അങ്ങ, പിന്നെ എണ്ണത്തിലും, പിന്നെ വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. അടുത്തത്, വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കാം.
അപ്പോൾ നമ്മൾ മറ്റേ പെട്ടിയാണിത്. മൂസ അലൈഹിസ്സലാം എന്താണ്? തൗറാത്ത് അല്ലേ? മൂസ അലൈഹിസ്സലാം തൗറാത്താണ്, എല്ലാവർക്കും അറിയാലോ, അറിയാം. പക്ഷെ തൗറാത്ത് എങ്ങനെ എഴുതല്? താ കഴിഞ്ഞിട്ട് വാവ് കഴിഞ്ഞിട്ട് പിന്നെ റാ കഴിഞ്ഞിട്ട് ഒരു യാവുമാണ്, കണ്ടോ? പുള്ളിയില്ലാത്തൊരു യാവ് വേണം, തൗറാത്ത്. കണ്ടോ? ഇങ്ങനെ തൗറാത്ത് എഴുതേണ്ടത്. അടുത്തത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനാണ്. ഖുർആൻ എങ്ങനെ എഴുതുക? കൂ കഴിഞ്ഞിട്ട് റാ കഴിഞ്ഞിട്ട് ഒരു അലിഫ് വേണം, അലിഫിന്റെ മേലെ മദ് വേണം, കണ്ടോ? ഖുർആൻ. അടുത്തത് ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാം എന്താണ്? ഇൻജീൽ. കണ്ടോ? ഇൻജീൽ എങ്ങനെ എഴുതാൻ നോക്കിയോ? അടുത്തത് ദാവൂദ് അലൈഹിസ്സലാം. സബൂർ. കണ്ടോ? സബൂർ. അടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം എത്രയാണ്? 10. നമ്പർ ഇട്ടാൽ മതി, 10. അടുത്തത് ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് അലൈഹിസ്സലാം എത്രയാണ്? 30. അടുത്തത് ആദം അലൈഹിസ്സലാം 10. പിന്നെ ഷീസ് അലൈഹിസ്സലാം 50. 50 എങ്ങനെ എഴുതാൻ നോക്കുക? 50. കണ്ടോ? 50. ഇനി അടുത്തത് എന്താണ്? വേർതിരിക്കാം. ചെയ്യേണ്ടവ വിശ്വസിക്കേണ്ടവ എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം വേർതിരിക്കാനാണ്. ഈമാൻ കാര്യം 6 പഠിച്ചു, ഇസ്ലാം കാര്യം 5 അവകളറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കലിമ ഷഹാദത്ത് 1 ഒക്കെ നമുക്കറിയാലോ അല്ലേ? അപ്പൊ ചെയ്യേണ്ടവയാണ് ഇസ്ലാം കാര്യം. അള്ളാഹു വിശ്വസിക്കേണ്ടവൻ. സക്കാത്ത് അല്ലെ? നമ്മളാ പാട്ട് പാടി നോക്കുക, അതിലുണ്ട് മുതലിനെടുത്ത സക്കാത്താണ്, അപ്പൊ ചെയ്യേണ്ടവയാണ്. അടുത്ത ഖദറിലെ വിശ്വാസം എന്താണ്? വിശ്വസിക്കേണ്ടവയാണ്. അടുത്ത നോമ്പ് അല്ലെ? 4 റമളാൻ നോമ്പാണ്, കേട്ടില്ലേ? അപ്പൊ നോമ്പ് ചെയ്യേണ്ടവ. അന്ത്യദിനം അത് വിശ്വസിക്കേണ്ടവ. നിസ്കാരം അത് 2 ആണോ? യെസ്. പിന്നെ കിതാബുകൾ വിശ്വസിക്കൽ അത് വിശ്വസിക്കേണ്ട. മുർസലുകൾ അതും വിശ്വസിക്കേണ്ട. ഷഹാദത്ത് കലിമ ചെയ്യേണ്ടവ. ഹജ്ജ് ചെയ്യേണ്ടവ അല്ലേ? അപ്പൊ ഇതാണ് ചോദ്യപേപ്പർ. ഇൻഷാ അല്ലാഹ് ആ റിവിഷൻ വീഡിയോ കണ്ട് എല്ലാവരും നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.